നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ വ്യവസായി കേതൻ അഗർവാളിനെ പ്രതിശ്രുത വധു സിയ ഘോയൽ കൊലപ്പെടുത്തിയ കേസിലെ ക്രൂരമായ ഗൂഢാലോചന പുറത്തുകൊണ്ടുവന്ന പുനെ പോലീസ്. പ്രതിയായ സിയ ഘോയൽ സോനം രഘുവംശി എന്ന സ്ത്രീ മുൻപ് നടത്തിയ സമാനമായ ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഓൺലൈനിലൂടെ വിശദമായി പഠിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. സിയയുടെ ഫോൺ രേഖകളും ഇന്റർനെറ്റ് തിരച്ചിൽ ചരിത്രവുമാണ് ഈ ആസൂത്രിത കുറ്റകൃത്യത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിനെ സഹായിച്ചത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന സിയ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടുവില ഉയർത്തി തന്റെ ദേഷ്യവും ആ ക്രിമിനൽ മൈൻഡും ഒക്കെ തന്നെ പുറത്തു കാണിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ഏതായാലും പഴയ കേസിലെ പിഴവുകൾ മനസ്സിലാക്കി കൂടുതൽ സുരക്ഷിതമായി വ്യാജ തെളിവുകൾ നിർമ്മിക്കാനും പോലീസിനെ കബളിപ്പിക്കാനും സിയ ശ്രമിച്ചിരുന്നു. കാമുകനായ ചേതൻ ചൌധരിയുടെ സഹായത്തോടെ കേതനെ കൊക്കയിലേക്ക് തള്ളിയിട്ടാണ് ഇവർ കൊലപ്പെടുത്തിയത്. ഈ കൃത്യത്തിൽ പ്രതികൾക്ക് യാതൊരുവിധ കുറ്റബോധവും ഇല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. വിശദാംശങ്ങൾ പുറത്തു വന്നതോടുകൂടി രാജാ രഘുവംശിയുടെയും കേതൻ അഗർവാളിന്റെയും കൊലപാതകങ്ങൾ തമ്മിൽ വിചിത്രമായ സാമ്യങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. രണ്ട് കേസുകളിലും ഇരകളെ പങ്കാളികൾ മലഞ്ചെരുവിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. ഭർത്താവിനെ കൊല്ലാൻ സോനം രഘുവംശി മെനഞ്ഞ പദ്ധതിയിൽ നിന്ന് സിയ ഘോയലും കാമുകരും കൂട്ടാളിയുമായ ചേതൻ ചൌധരിയും പാഠങ്ങൾ പഠിച്ചിരുന്നതായി പോലീസ് വ്യക്തമാക്കുന്നു. രണ്ട് കേസുകളും തമ്മിൽ സാമ്യമുണ്ടെങ്കിലും സോനം രഘുവംശിയുടെ തെറ്റുകളിൽ നിന്ന് പലതും മനസ്സിലാക്കിയ സിയ മികച്ച ആസൂത്രണവും മെച്ചപ്പെട്ട ഈ അലൈബുകളും, അതായത് കൃത്യം നടന്ന സമയത്ത് മറ്റൊരിടത്തായിരുന്നു എന്ന വാദം തയ്യാറാക്കിയെന്നും പോലീസ് വിശ്വസിക്കുന്നു. ഇത് പോലീസിന് കേസ് തെളിയിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി. അന്വേഷണത്തിനിടയിലുണ്ടായ ഒരു വെളിപാടിലൂടെയാണ് തങ്ങൾക്ക് ഈ കേസിലെ വഴിത്തിരിവ് ലഭിച്ചതെന്ന് പോലീസ് പറയുന്നു. ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നോവലിലെ പോലെ പ്രതികൾ കുറ്റം സമ്മതിക്കുന്നത് വരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ അലൈബുകളുടെ പല അടരുകളും പരിശോധിക്കേണ്ടി വന്നു. പോലീസ് കസ്റ്റഡിയിലെ കുറ്റസമ്മതം കോടതി തെളിവായി എടുക്കില്ലെങ്കിലും ഒരു കൊലപാതക കേസിന്റെ അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് ഇത് സഹായിക്കും. വിർജീനിയ വുൾഫിന്റെ പ്രശസ്തമായ മിസിസ് ഡലോവേ എന്ന നോവലിലെ പോലെ കേതൻ അഗർവാളുമായുള്ള വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി കൊലപാതകമാണെന്ന് വിശ്വസിച്ച സിയ ഘോയലിന്റെ മനസ്സിലുണ്ടായ അതേ ക്രമത്തിൽ തന്നെയാണ് യാഥാർത്ഥ്യത്തിലും കൊലപാതകം നടന്നതെന്ന് പോലീസ് പറയുന്നു. സിയ ഘോയലിന്റേത് ഒരു ക്രിമിനൽ ബുദ്ധിയാണോ എന്ന ചോദ്യത്തിന് ഇതൊരു നിരാശയിൽ നിന്ന് ഉണ്ടായ കുറ്റകൃത്യമായിരുന്നു എന്ന വ്യക്തിബന്ധങ്ങളും അവരുടെ ചിന്താഗതിയുമാണ് ഇതാണ് ഏക പോംവഴി എന്ന് അവരെ വിശ്വസിപ്പിച്ചത്. കുടുംബങ്ങൾ തമ്മിലുള്ള ഇടപാടുകളും അവരുടെ തീരുമാനത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. ചേതനെ കൊല്ലാനുള്ള സിയയുടെ തീരുമാനത്തിന് പിന്നിൽ ഒന്നിലധികം ഘടകങ്ങളാണുള്ളത്. കുടുംബപരവും സാമൂഹികവുമായ വിശ്വാസങ്ങൾ തീർച്ചയായും അതിലൊന്നാണ്. കേതൻ അഗർവാളിനെ ഇല്ലാതാക്കാനുള്ള അവരുടെ തീരുമാനത്തിന് പിന്നിൽ ഒന്നിലധികം ഘടനകൾ കൂടിച്ചേർന്ന മാനസിക നിലയാണ് എന്നാണ് അന്വേഷണം സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ കുറ്റകൃത്യം ചെയ്യാനുള്ള ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നു. കണ്ടെത്തലുകളിൽ നിന്നും വിചാരണയിൽ നിന്നും ഒരുപക്ഷെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ അലൈബുകൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അവർ അത് നടപ്പിലാക്കി. അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേതൻ അഗർവാളിനെ കൊലപ്പെടുത്തിയതിൽ സിയ ഘോയലിനും ചേതൻ ചൌധരിക്കും നിലവിൽ യാതൊരുവിധ ഖേദവും ഇല്ലെന്നാണ് വ്യക്തമായ റിപ്പോർട്ട് പുറത്തുവരുന്നത്. അത് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെ ആ നടുവിരൽ നമസ്കാരത്തിൽ നിന്നും വ്യക്തമാകുന്നത്.